ഹായ് വെൽക്കം ടു ഷൈൻസ് യാൺ ആർട്ട്. ഇന്നത്തെ വീഡിയോയിലും നമ്മൾ നോക്കാൻ പോകുന്നത് ടേബിൾ മേറ്റ് ആണ്. കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 11th റൗണ്ട് വരെയാണ് ചെയ്തത്. ഇനി നമുക്ക് 12th റൗണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 12th റൗണ്ടിൽ യാൺ കളർ ചേഞ്ച് ചെയ്യണം. ഞാനിവിടെ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് പീച്ച് കളറാണ്. ഞാൻ അറ്റാച്ച് ചെയ്യുന്നത് ചെയിൻ സ്പേസിലല്ല, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിലാണ്. ഏതെങ്കിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൽ അറ്റാച്ച് ചെയ്താൽ മതി. അറ്റാച്ച് ചെയ്തിട്ട് ചെയിൻ 3 1 2 3 ചെയിൻ 3 ഇടണം. ചെയിൻ 3 ഇട്ടിട്ട് ഇനി ഓരോരോ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ. ഈ കംപ്ലീറ്റ് റൗണ്ട് ഡബിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് ഒന്നും ഇടയ്ക്ക് ആഡ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് ഡബിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. ഇടയ്ക്കുള്ള ഈ ചെയിൻ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പം 12th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഓരോരോ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 12th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 12th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി ഒരു 4 സ്റ്റിച്ചസ് കൂടി ചെയ്യാനുണ്ട്. ആ 4 സ്റ്റിച്ചസും കൂടി ചെയ്യാം. തേർഡ് ചെയിൻ സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 12th റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇനി കുറച്ച് യാണ് നീളത്തിൽ വിട്ടിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് യാണിനെ പുറത്തെടുക്കാം. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് യാണിനെ പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ സെക്യൂർ ആകും. യാൺ നീഡിലെടുത്തിട്ട് യാണിനെ കോർത്തിട്ട് സ്റ്റിച്ചിനെ യാണിനെ സെക്യൂർ ചെയ്യാം. ഓക്കെ, 12th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 13th റൗണ്ട് ആണ്. 13th റൗണ്ട് ചെയ്യാൻ വീണ്ടും നമ്മൾ യാൺ കളർ ചേഞ്ച് ചെയ്യുവാണ്. ഓഫ് വൈറ്റ് യാൺ കളർ എടുക്കണം. ഓഫ് വൈറ്റ് യാൺ കളർ എടുത്തിട്ട് ഒരു സ്റ്റിച്ചിൽ ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൽ യാണിനെ അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്തിട്ട് ചെയിൻ 1 സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ. 13th റൗണ്ടിൽ ഓരോരോ സ്റ്റിച്ചിലും ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷ്യ ആണ്. നെക്സ്റ്റ് സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ചെയ്യാം.
നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, തേർട്ടീൻത് റൗണ്ടിൽ ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ചെയ്യണം. സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്താൽ മതി. ഓരോരോ സ്റ്റിച്ചിലും 13th റൗണ്ടിൽ ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. ഓരോരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് 13th റൗണ്ടിന്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 13th റൗണ്ടിന്റെ ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. 3 സ്റ്റിച്ചസിലും കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 13th റൗണ്ടിന് എൻഡ് ചെയ്യാം. റൗണ്ട് കംപ്ലീറ്റ് ആയി. ചെയിൻ 1 ഇട്ടിട്ട് കുറച്ച് യാൺ വിട്ട് കട്ട് ചെയ്യാം. യാണിനെ പുറത്തെടുക്കണം. പുറത്തെടുത്തിട്ട് റൗണ്ട് എൻഡായി. ഇനി 14th റൗണ്ട് ആണ്. നെക്സ്റ്റ് 14th റൗണ്ടിൽ യാൺ കളർ ചേഞ്ച് ചെയ്യുവാണ്. പേസ്റ്റൽ ഗ്രീൻ കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൽ ഈ യാണിനെ അറ്റാച്ച് ചെയ്യാം. ഗ്രീൻ കളർ യാണിനെ അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്തിട്ട് ചെയിൻ 2 1 2 വീണ്ടും 2 ചെയിൻ ഇടണം. 1 2 ടോട്ടൽ 5 ചെയിൻ ഇടണം. 5 ചെയിൻ ഇട്ടിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. സെയിം സ്റ്റിച്ചിൽ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ചെയിൻ 2 1 2 ചെയിൻ 2 ഇട്ടിട്ട് ഇനി 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യണം. 1 2 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തിട്ട് 4th സ്റ്റിച്ചിൽ 1 2 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. വീണ്ടും ചെയിൻ 2 സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ടിട്ട് ചെയിൻ 2 1 2 ചെയിൻ 2 ഇട്ടിട്ട് 1 2 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തിട്ട് 4th സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ. 1 2 3 4th സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ. ചെയിൻ 2 1 2 സെയിം സ്റ്റിച്ചിൽ വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. ചെയിൻ 2 1 2 ചെയിൻ 2 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യണം. 1 2 3 4th സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ. ചെയിൻ 2 സെയിം സ്റ്റിച്ചിൽ വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. നമ്മളിവിടെ വി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 14th റൗണ്ടിൽ വി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഓരോരോ വി സ്റ്റിച്ചിനും ഇടയ്ക്കും 3 സ്റ്റിച്ചസ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ചെയിൻ 2 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യണം. 1 2 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തിട്ട് 4th സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ. ചെയിൻ 2 സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷ്യ.
ചെയിൻ 2, വീണ്ടും 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യണം. 1 2 3. ഫോർത്ത് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷ്യ. ഈ സെയിം പാറ്റേൺ വേണം റിപ്പീറ്റ് ചെയ്യാനായിട്ട്. ചെയിൻ 2 ഇട്ടിട്ട് വീണ്ടും 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യുക. 1 2 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തിട്ട് ഫോർത്ത് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, ഹാഫ് ഡബിൾ ക്രോഷ്യ. ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്തിട്ട് 14th റൗണ്ടിന്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 14th റൗണ്ടിന്റെ എൻഡിലെത്തിയിട്ടുണ്ട്. 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യാം. 1 2 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തിട്ട് ഫോർത്ത് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, സെയിം സ്റ്റിച്ചിൽ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 ഇട്ടിട്ട് സെക്കൻഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 14th റൗണ്ട് ക്ലോസ് ചെയ്യും. സെക്കൻഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 14th റൗണ്ട് ക്ലോസ് ചെയ്യും. ഫിഫ്റ്റീൻത് റൗണ്ടിൽ നമ്മൾ വീണ്ടും കളർ ചേഞ്ച് ചെയ്യാൻ പോകുകയാണ്. ഈ ചെയിൻ വി സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ വി സ്റ്റിച്ചിൻ്റെ ഉള്ളിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു വി സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്ലവേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ വി സ്റ്റിച്ചിനുള്ളിൽ അറ്റാച്ച് ചെയ്തിട്ട് ചെയിൻ 3 1 2 3 ചെയിൻ 3 ഇട്ടിട്ട് ഇനി ഈ വി സ്റ്റിച്ചിനുള്ളിൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇത് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആണ്. ഈ ചെയിൻ 3 ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആണ്. ഇനി 6 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 2 3 4 5 6 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 6 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഈ ലാസ്റ്റ് ലൂപ്പിനെ കുറച്ചൊന്ന് പൊക്കി വെച്ചിട്ട് ഹുക്കിനെ പുറത്തെടുക്കണം. ഹുക്കിനെ പുറത്തെടുത്തിട്ട് ഈ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതായത് തേർഡ് ചെയിൻ സ്റ്റിച്ചിനുള്ളിൽ കൂടി ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യണം. തേർഡ് ചെയിൻ സ്റ്റിച്ചിനുള്ളിൽ കൂടി ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഈ പൊക്കി വെച്ചിരിക്കുന്ന ഈ ലൂപ്പിനെ, ലാസ്റ്റ് ലൂപ്പിനെ ഇങ്ങനെ വലിച്ച് ഈ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിനുള്ളിൽ കൂടി പുറത്ത് കൊണ്ടുവരണം. ഒരു ഫ്ലവർ ഷേപ്പ് പോലെ ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നടുക്കൊരു ഹോള് കാണുന്നില്ലേ, ഈ ഹോളിനുള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സിംഗിൾ ക്രോഷ്യ ചെയ്യണം. എന്നിട്ട് ചെയിൻ 1 വീണ്ടും സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 വീണ്ടും സിംഗിൾ ക്രോഷ്യ. ഇനി ചെയിൻ 1, ഈ ചെയിൻ 2 സ്പേസിൽ ചെയിൻ 1 ഇട്ടിട്ട് ഈ ചെയിൻ 2 സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ, വീണ്ടും ചെയിൻ 1. നെക്സ്റ്റ് വി സ്റ്റിച്ചിനുള്ളിൽ 7 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 2 3 4 5 6 7 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ലാസ്റ്റ് ലൂപ്പിനെ കുറച്ച് പൊക്കിയിട്ട് ഹുക്കിനെ പുറത്തെടുക്കണം. എടുത്തിട്ട് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഈ ലാസ്റ്റ് ലൂപ്പിനെ വലിച്ച്
ഈ ഫസ്റ്റ് ലൂപ്പിനുള്ളിൽ കൂടി പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഒരു റൗണ്ട് വന്നു കണ്ടോ. ഇനി ഈ റൗണ്ടിനുള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഞാൻ വലിച്ചെടുത്ത് സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ചെയിൻ 1, സെയിം ഹോളിനുള്ളിൽ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1, വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ. ഇതൊരു കാണാനൊരു ഫ്ലവർ ഷേപ്പിലായി ഉണ്ട്. ചെയിൻ 1, നെക്സ്റ്റ് ചെയിൻ 2 സ്പേസിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ. കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ കാണാനായിട്ട് ഫ്ലവർ ഷേപ്പിൽ വന്നു കണ്ടോ. ഇതാണ് നമ്മൾ ബോർഡർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ ഫ്ലവർ ഷേപ്പിലാണ് ഈ മാറ്റിൻ്റെ ബോർഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വി സ്റ്റിച്ചിനുള്ളിൽ 7 ഡബിൾ ക്രോഷ്യ, 1 2 3 4 5 6 7 ഡബിൾ ക്രോഷ്യ ഫസ്റ്റ് ചെയ്യണം. ചെയ്തിട്ട് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യനുള്ളിൽ കൂടി ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഈ ലൂപ്പിനെ വലിച്ച് ഇതിന് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യനുള്ളിൽ കൂടി പുറത്തെടുക്കണം. എന്നിട്ട് ഈ ഹോളിനുള്ളിൽ ഇവിടെ ഒരു ഹോള് വരും. ഈ ഹോളിനുള്ളിൽ കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ചെയിൻ 1, വീണ്ടും സെയിം ഹോളിനുള്ളിൽ കൂടി വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1, വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ. ചെയിൻ 1 ഇട്ടിട്ട് നെക്സ്റ്റ് തൊട്ടടുത്തുള്ള ചെയിൻ 2 സ്പേസിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1, നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിനുള്ളിൽ നെക്സ്റ്റ് വി സ്റ്റിച്ചിനുള്ളിൽ ഒരിക്കൽ കൂടി ഒരു ഫ്ലവർ കാണിച്ചു തരാം. ഫ്ലവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഈ വി സ്റ്റിച്ചിനുള്ളിൽ 7 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 2 3 4 5 6 7 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യനുള്ളിൽ കൂടി ഈ ലൂപ്പിനെ വലിച്ച് പുറത്തെടുക്കണം. എടുത്തിട്ട് ഈ ഒരു ഹോള് വന്നിട്ടുണ്ട്. ഈ ഹോളിനുള്ളിൽ കൂടി സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1, സിംഗിൾ ക്രോഷ്യ, 3 സിംഗിൾ ക്രോഷ്യ ആണ് ഇടേണ്ടത്. ചെയിൻ 1, സിംഗിൾ ക്രോഷ്യ. ചെയിൻ 1, നെക്സ്റ്റ് ചെയിൻ 2 സ്പേസിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ. ഫ്ലവേഴ്സ് കണ്ടോ. ഇതുപോലെ എല്ലാ വി സ്റ്റിച്ചിനുള്ളിലും ഫ്ലവേഴ്സ് ചെയ്യണം. ഓരോരോ വി സ്റ്റിച്ചിനുള്ളിൽ കൂടിയും ഓരോരോ ഫ്ലവേഴ്സ് ചെയ്യണം. ഇടയിൽ വരുന്ന ചെയിൻ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ. 15th റൗണ്ടിൽ ചെയ്യേണ്ടത് ഫ്ലവേഴ്സും സിംഗിൾ ക്രോഷ്യയാണ്. ചെയ്തിട്ട് 15th റൗണ്ടിൻ്റെ എൻഡിലെത്തുമ്പോൾ കാണാം. 15th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ഫ്ലവറും കൂടി ചെയ്യാം. 7 ഡബിൾ ക്രോഷ്യ ഇടണം ഈ വി സ്റ്റിച്ചിനുള്ളിൽ. 3 4 5 6 7.
ലാസ്റ്റ് ഫ്ലവർ കൂടി കഴിഞ്ഞു. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ചെയിൻ 2 സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ, വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 15th റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ചെയിൻ 1 ഇട്ടിട്ട് കുറച്ച് യാൺ വിട്ട് കട്ട് ചെയ്യാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൊക്കെ ടേബിൾ മാറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ക്രോഷ്യ ഡയഗ്രാം നോക്കി എങ്ങനെയാണ് ഒരു വർക്ക് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ കൂടെ അറിയിക്കണം കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൃഷി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.